ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിതീവ്രമായ യുദ്ധമാണെങ്കിലും ചെറിയ യുദ്ധമാണെങ്കിലും എന്തു തന്നെ ആയാലും ഇന്ത്യൻ സേനയ്ക്ക് ഇന്ത്യൻ ഭരണകൂടത്തിന് വിജയിക്കാൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ആയുധശേഷിയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്ത് ആണ് എന്ന് പറയുന്നതല്ലേ. അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ പാകിസ്ഥാനിലേക്ക് പോവുകയാണെങ്കിൽ പാകിസ്ഥാൻ ആയുധശേഷിയിലെ 7-ാം സ്ഥാനത്ത് താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായും നമ്മുടെ ആയുധശേഷി വളരെ വലുതാണ്, നമ്മുടെ കരുത്തരായ സേന വലുതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സേനയും പാകിസ്ഥാൻ്റെ സേനയും തമ്മിൽ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ ആയുധബലവും നമ്മുടെ ആയുധബലവും നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ സൈനികരുടെ ഒരു എണ്ണം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സൈനികരുടെ ഒരു കണക്ക് നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ഇന്ത്യൻ സൈനികരുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 1,45,550 സൈനികരാണ് നമുക്കുള്ളത്. നമ്മൾ നേരെ പാകിസ്ഥാനിലേക്ക് നോക്കുകയാണെങ്കിൽ വെറും 6,54,000 സൈനികർ മാത്രമാണ് പാകിസ്ഥാന് ഉള്ളത് എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് റിസർവ് സൈനികരിലേക്ക് നോക്കാം. ഇന്ത്യയുടെ റിസർവ് സൈനികർ നോക്കുമ്പം 1,15,05,000 റിസർവ് സൈനികരാണ് ഇന്ത്യൻ സേനയ്ക്ക് ഉള്ളത്. അത് നമ്മൾ നേരെ പാകിസ്ഥാനിലേക്ക് പോകുകയാണെങ്കിൽ വെറും 5,50,000 റിസർവ് സൈനികർ മാത്രമേ പാകിസ്ഥാന് ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പാരാമിലിറ്ററിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സേനയ്ക്കുള്ളത് 25,27,000 ആണെങ്കിൽ പാകിസ്ഥാന് വെറും 5 ലക്ഷം മാത്രമാണ് അവശേഷിക്കുന്നത്. പാരാമിലിറ്ററി കണക്കാണ് നമ്മൾ പറഞ്ഞത്. ഇനി യുദ്ധവിമാനങ്ങളുടെ കണക്ക് നമുക്ക് നോക്കാം. യുദ്ധവിമാനങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 2,229 യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്കുള്ളപ്പോൾ പാകിസ്ഥാൻ വെറും 1,399 യുദ്ധവിമാനങ്ങൾ മാത്രമാണ് ഉള്ളത് എന്ന കാര്യം നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണം. ആക്രമണ വിമാനങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് 513 എണ്ണം ഉള്ളപ്പോൾ പാകിസ്ഥാന് 328 എണ്ണം മാത്രമാണ് അവശേഷിക്കുന്നത്. പ്രത്യേക വിമാനങ്ങൾ, അതായത് നമ്മൾ കൃത്യമായ ഒരു കണക്കിലേക്ക് കൃത്യമായ ലക്ഷ്യത്തിലേക്ക് നമുക്കൊരു ആയുധത്തെ വിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പ്രാപ്തമായിട്ടുള്ള ഒരു വിമാനം നമുക്ക് ഉള്ളതിൻ്റെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 130 എണ്ണമാണ് ഇന്ത്യക്കുള്ളത്. പാകിസ്ഥാന് വെറും 90 എണ്ണം മാത്രമാണ് ഉള്ളത്. സൈനിക ചരക്ക് വിമാനങ്ങളുടെ നമ്മളൊരു കണക്ക് നോക്കാം. സൈനികരുടെ ചരക്ക് വിമാനങ്ങൾ, അത് യുദ്ധ കോപ്പുകൾ, യുദ്ധ ഇൻസ്ട്രുമെൻസുകൾ നമ്മൾ യുദ്ധസ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കുള്ളത് 270 ചരക്ക് വിമാനങ്ങളാണ് ഉള്ളത്. പാകിസ്ഥാന് അതിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ വെറും 64 എണ്ണം മാത്രമേ ഉള്ളൂ എന്നുള്ളത്. പ്രത്യേക ദൗത്യ വിമാനം നമുക്ക് നോക്കുകയാണെങ്കിൽ 74 എണ്ണം ഇന്ത്യക്കുള്ളപ്പോൾ വെറും 27 എണ്ണം മാത്രമാണ് പാകിസ്ഥാന് അവശേഷിക്കുന്നത്. ഹെലികോപ്റ്ററുടെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 899 എണ്ണമാണ് ഇന്ത്യക്കുള്ളത്. പാകിസ്ഥാന് വെറും 373 എണ്ണം മാത്രമാണുള്ളത്. ആക്രമണ ഹെലികോപ്റ്ററിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 80 എണ്ണം ഇന്ത്യക്കുള്ളപ്പോൾ 57 എണ്ണം മാത്രമാണ് പാകിസ്ഥാന് അവശേഷിക്കുന്നത്. യുദ്ധ ടാങ്കുകളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 4,201 യുദ്ധ ടാങ്കുകൾ ഇന്ത്യക്കുള്ളപ്പോൾ പാകിസ്ഥാന് 2,627 എണ്ണം മാത്രമാണ് ഉള്ളത്. ഒന്ന് ഓർക്കണം. നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആയുധശേഷിയിലെ നമ്മൾ നോക്കുമ്പോൾ കവചിത വാഹനങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 1,48,594 കവചിത വാഹനങ്ങളാണ് ഇന്ത്യക്കുള്ളത്. നേരെ മറിച്ച് പാകിസ്ഥാനിലേക്ക് നോക്കുമ്പോൾ 17,516 എണ്ണം മാത്രമേ പാകിസ്ഥാനുള്ളൂ. വെറും 17,516 എണ്ണം മാത്രമേ പാകിസ്ഥാനുള്ളൂ എന്ന് ഓർക്കണം. പീരങ്കിയാണ് ഇന്ത്യയേക്കാൾ കൂടുതൽ പാകിസ്ഥാനുണ്ട് എന്ന് അവകാശപ്പെടാനുള്ളത്. പീരങ്കി 100 എണ്ണമാണ് ഇന്ത്യക്കുള്ളത്. പാകിസ്ഥാന് 662 എണ്ണമാണ് ഉള്ളത്. പക്ഷേ അത് നേരെ മറിച്ച് നോക്കുമ്പോൾ ടോപറ്റ് പീരങ്കിയിലേക്ക് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനേക്കാൾ അവകാശപ്പെടാനുള്ളത് ഇന്ത്യക്കാണ്. 3,975 എണ്ണമാണ് ഉള്ളത്. പാകിസ്ഥാന് നേരെ മറിച്ച് 2,629 ടോപറ്റ് പീരങ്കി മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഓർക്കണം. റോക്കറ്റ് ലോഞ്ചറിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യയേക്കാൾ കൂടുതൽ അവകാശപ്പെടാൻ പാകിസ്ഥാനുണ്ട്. വെറും 600 എണ്ണം പാകിസ്ഥാനുള്ളപ്പോൾ ഇന്ത്യക്ക് വെറും 264 എണ്ണം മാത്രമേ ഉള്ളൂ. ആയുധശേഷിയിൽ ആകെ പാകിസ്ഥാന് ഇന്ത്യയേക്കാൾ കൂടുതൽ ഉണ്ട് എന്ന് അവകാശപ്പെടാൻ 2 ഉപകരണങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പീരങ്കിയും റോക്കറ്റ് ലോഞ്ചറും മാത്രമാണുള്ളത്. റോക്കറ്റ് ലോഞ്ചറും പീരങ്കിയും മാത്രമാണ് ഉള്ളത്. അത് പീരങ്കി 100 എണ്ണമാണ് ഇന്ത്യക്കുള്ളതെങ്കിൽ 662 എണ്ണം പാകിസ്ഥാനുണ്ട്. റോക്കറ്റ് ലോഞ്ചറിലേക്ക് നോക്കുമ്പോൾ 264 എണ്ണം ഇന്ത്യക്കുള്ളപ്പോൾ 600 എണ്ണമാണ് പാകിസ്ഥാനുള്ളത്. യുദ്ധക്കപ്പലിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യക്കുള്ളത് 293 യുദ്ധക്കപ്പലുകൾ. പാകിസ്ഥാന് 121 എണ്ണം മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വാഹനയിലേക്ക് നോക്കുമ്പോൾ പാകിസ്ഥാന് ഒരെണ്ണം പോലും അവകാശപ്പെടാനില്ല. പക്ഷേ ഇന്ത്യക്ക് 2 എണ്ണം അവകാശപ്പെടാനുണ്ട്. അന്തർവാഹിനികളിലേക്ക് നോക്കുമ്പോൾ 18 എണ്ണം ഇന്ത്യക്കുള്ളപ്പോൾ പാകിസ്ഥാന് വെറും 8 എണ്ണം മാത്രമാണ് ഉള്ളത്. ഇതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ആയുധശേഷിയിൽ ഇന്ത്യൻ സേനയും
പാകിസ്ഥാൻ തമ്മിൽ കമ്പാരിസൺ ചെയ്യാൻ വളരെ വളരെ താഴെയാണ് പാകിസ്ഥാൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആയുധശേഷിയിലാണെങ്കിലും നമ്മുടെ സൈനിക ശേഷിയിലാണെങ്കിലും ഇന്ത്യ കരുത്തുറ്റതാണ് എന്ന് നമുക്ക് തെളിയിച്ചു തന്നിരിക്കുകയാണ് നമ്മുടെ ഭാരത സർക്കാർ, നമ്മുടെ ഭാരതത്തിൻ്റെ സേന. നമ്മുടെ ഓരോ ഭാരതീയൻ്റെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സേനയും നമ്മുടെ രാഷ്ട്രം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുമൊക്കെ. നമ്മുടെ ഈ രാജ്യത്തിനുണ്ടാകുന്ന ഓരോ തീക്ഷ്ണമായ കാര്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകിക്കൊണ്ടാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉരുളക്കുപ്പേരി എന്ന് പറയുന്നത് പോലെ കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ ഇന്ത്യൻ സേന കൃത്യമായ മറുപടി പാകിസ്ഥാനെ നൽകുന്നുണ്ട്, കാലാകാലങ്ങളായി നൽകുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു പാഠം പഠിക്കാതെ നെറുകെട്ട ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന തെമ്മാട് രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ.